ശ്രേയസ് അയ്യരോളം വളർന്നിട്ടില്ല മുംബൈ ഇന്ത്യൻസ്. 200 റൺസിന് മുകളിൽ സ്കോർ ചെയ്താൽ മുംബൈ തോൽക്കില്ലെന്നോ? അതൊക്കെ ഇനി പഴങ്കഥ. ആരാധകർ സോഷ്യൽ മീഡിയയിൽ മുംബൈ ഇന്ത്യൻസിനെ അങ്ങ് എടുത്ത് ട്രോളുകയാണ്. ഏതായാലും ഇത്തവണ IPL ചരിത്രം പിറക്കും. ആദ്യമായി RCBയോ പഞ്ചാബ് കിങ്സോ IPL കിരീടത്തിൽ മുത്തമിടാനാണ് സാധ്യത. അതെ, ശ്രേയസ് അയ്യരോളം വരില്ല ഹാർദിക് പാണ്ഡ്യയും മുംബൈ ഇന്ത്യൻസും. അതിപ്പോൾ ICC ഇവൻ്റ് ആവട്ടെ IPL ആവട്ടെ, സ്വന്തം ടീമിനെ ഫൈനലിലെത്തിക്കുവാൻ ശ്രേയസ് അയ്യർ ഏതറ്റം വരെയും പോകും. ചില ആളുകൾ ട്രോളുന്നത് കേട്ടാൽ ശരിയാണെന്ന് തോന്നും. എന്നിട്ടും ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റ് ക്യാപ്റ്റൻ പദവി ശുഭ്മാൻ ഗില്ലിന്. ശ്രേയസ് അയ്യർ ടീമിൽ പോലുമില്ല. ഹായ് ഫ്രണ്ട്സ്, സീക്ക് സ്പോർട്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിയുമെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. നമുക്ക് വാർത്തയിലേക്ക് കടക്കാം. ഇതാണ് മാസ്മരിക പോരാട്ട വീര്യം. പഞ്ചാബ് മാസ്മരികമായ ഒരു റൺ ചേസിലൂടെയായിരുന്നു IPL ഫൈനലിലേക്ക് തങ്ങളുടെ പ്രവേശനമുറപ്പിച്ചത്. 2025 IPL പഞ്ചാബ് കിങ്സ് RCBയെ ഫൈനലിൽ ഏറ്റുമുട്ടും. രണ്ടാം ക്വാളിഫയർ പോരാട്ടത്തിൽ മുംബൈ ഇന്ത്യൻസിനെ 5 വിക്കറ്റിനാണ് ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരും കൂട്ടരും വീഴ്ത്തിയത്. അത്യന്തം ആവേശകരമായ രണ്ടാം ക്വാളിഫയർ പോരാട്ടത്തിൽ മുംബൈ ഇന്ത്യൻസിൻ്റെ 204 റൺസ് വിജയലക്ഷ്യം 6 പന്തുകൾ ശേഷിക്കുകയാണ് പഞ്ചാബ് മറികടന്നത്. ക്യാപ്റ്റന്റെ കളി പുറത്തെടുത്ത ശ്രേയസ് അയ്യർ 41 പന്തിൽ പുറത്താവാതെ 87 റൺസ് നേടി. ലീഗിൽ ഉടനീളം കിടിലൻ ഫോം തുടർന്ന ശ്രേയസ് ഉയർന്ന റൺ റേറ്റ് ആവശ്യമായ ഘട്ടത്തിൽ അവസരത്തിനൊത്തുയരുകയായിരുന്നു. 29 പന്തിൽ 48 റൺസുമായി നേഹൽ വധേരയും തൻ്റെ റോൾ ഗംഭീരമാക്കുകയാണ് ഉണ്ടായത്. ജോഷ് ഇംഗ്ലിഷ് 21 പന്തിൽ 38 റൺസും ചേസിംഗിൽ നിർണായകമായി. ഓപ്പണർ പ്രിയാൻ ഷാരിയ 10 പന്തിൽ 20 റൺസ് എടുത്തു. മഴ കാരണം ഏറെ വൈകിയാണ് അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ മത്സരം തുടങ്ങിയത്. ടോസ് ലഭിച്ച ശ്രേയസ് അയ്യർ എതിരാളികളെ ബാറ്റിങ്ങിന് അയച്ചു. ഇരു ടീമുകളും കഴിഞ്ഞ മത്സരത്തിൽ പ്ലേയിങ് 11 ഓരോ മാറ്റങ്ങൾ വീതം വരുത്തിയിരുന്നു. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിങ്ങിന് ഇറങ്ങിയ മുംബൈ ഇന്ത്യൻസിനായി രോഹിത് ശർമ്മയും ജോണി ബേസ്റ്റോയുമാണ് ഓപ്പൺ ചെയ്തത്. രോഹിത് 7 പന്തിൽ 8 റൺസ് മാത്രം നേടിയാണ് പുറത്തായത്. മാർക്കസ് സ്റ്റോയിൻസിന്റെ പന്തിൽ വിജയ് കുമാറിന് ക്യാച്ച് നൽകുകയായിരുന്നു. എന്നാൽ ജോണി ബേസ്റ്റോ 24 പന്തിൽ 38 റൺസ് എടുത്ത് തന്റെ റോൾ പൂർത്തിയാക്കി. മൂന്നാമനായി ഇറങ്ങിയ തിലക് വർമ്മ 29 പന്തിൽ 44 റൺസ് നേടുകയുണ്ടായി. വിശ്വസ്ത 2020 ബാറ്റർ സൂര്യകുമാർ യാദവ് 26 പന്തിൽ 44 റൺസ് അടിച്ചതോടെ സ്കോറിങ്ങിന് വേഗം കൂടി. ഹാർദിക് പാണ്ഡ്യ 13 പന്തിൽ 15 റൺസോടെ പുറത്തായെങ്കിലും നമ്മൻതീറിന്റെ അവസാന ഓവറുകളിലെ 18 പന്തുകളിൽ 7 ബൗണ്ടറികൾ സഹിതം 37 റൺസുമായി റൺ റേറ്റ് ഉയർത്തി മുംബൈക്ക് 204 എന്ന സ്കോർ പടുത്തുയർത്തി. ജൂൺ 3 ചൊവ്വാഴ്ച ഇതേ സ്റ്റേഡിയത്തിൽ കിരീട ജേതാക്കളെ നിർണ്ണയിക്കുന്ന അന്തിമ പോരാട്ടം നടക്കും. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിനെ ആണ് പഞ്ചാബ് കിങ്സിന്റെ എതിരാളികൾ. പഞ്ചാബിന്റെ ഒന്നാം ക്വാളിഫയറിൽ പരാജയപ്പെടുത്തി RCB ഫൈനലിൽ നേരിട്ടെത്തുകയായിരുന്നു. ഏതായാലും ഇത്തവണ ചരിത്രം കുറിച്ചുകൊണ്ട് RCBയോ പഞ്ചാബ് കിങ്സോ കപ്പിൽ മുത്തമിടും.